നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ 15ാം ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി സംസ്ഥാന സർക്കാർ. ഓരോ വകുപ്പിന്റെയും ഭാവി പ്രവർത്തനം നിശ്ചയിക്കാൻ നടത്തുന്ന സെമിനാറിന്റെ ഭാഗമായാണ് സംഗമമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. അയ്യപ്പ സംഗമം മാതൃകയിലല്ല ന്യൂനപക്ഷ സംഗമമെന്നും വിഷൻ 2031 എന്നാണ് സംഗമത്തിന്റെ മുദ്രാവാക്യമെന്നും സർക്കാർ അറിയിച്ചു. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഈ മാസം 22-ന് സംഘപരിവാർ സംഘടനകൾ പ്രഖ്യാപിച്ച വിശ്വാസ സംഗമത്തിന് രൂപരേഖയായി. ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന പേരിലാണ് വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നത്. വിശ്വാസത്തോടൊപ്പം വികസനം എന്നതാണ് സമ്മേളന സന്ദേശം. തൃശൂർ ACPക്കെതിരെയും കസ്റ്റഡി മർദ്ദന പരാതി. സലീഷൻ ശങ്കരൻ പാലക്കാട് കൊല്ലങ്കോട് CI ആയിരിക്കുമ്പോൾ മർദ്ദിച്ചുവെന്നാണ് പരാതി. കൊല്ലങ്കോട് സ്വദേശി വിജയ്കുമാറിനെയാണ് 7 വർഷം മുൻപ് ക്രൂരമായി മർദ്ദനമേറ്റത്. PK ഫിറോസിനെതിരായ ആരോപണത്തിൽ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന് അമർഷം. ഫിറോസ് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാത്തതിനാണ് ഒരു വിഭാഗത്തിന് അമർഷം. ബിസിനസ് ചെയ്യാൻ എങ്ങനെ തുക സമാഹരിച്ചെന്ന് വ്യക്തമാക്കണമെന്നാണ് ആവശ്യം. കേന്ദ്ര സർക്കാർ ലോട്ടറി നികുതി കുറയ്ക്കണമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതമാർഗമാണ് ലോട്ടറിയെന്നും നികുതി ഇളവ് ആവശ്യപ്പെട്ട വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുമെന്നും KN ബാലഗോപാലൻ പറഞ്ഞു. വയനാട് ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. വനംവകുപ്പ് ഉദ്യോഗസ്ഥയാണ് സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയത്. സുഗന്ധരി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിനെതിരെയാണ് പരാതി. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് സ്ത്രീയായ ബിന്ദുവിനെ വ്യാജമോഷണ കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. പേരൂർക്കട സ്റ്റേഷനിൽ നടന്ന പോലീസ് തിരക്കഥയാണ് ബിന്ദുവിനെതിരായ കേസെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടും. തനിക്കെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് റാപ്പർ വേടൻ. അതിൽ യാതൊരു സംശയം തനിക്കില്ലെന്നും വേടൻ പറഞ്ഞു. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കാണിച്ച അദ്ദേഹത്തിന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു പ്രതികരണം. കോഴിക്കോട് ചുങ്കം സ്വദേശി വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ സരോവരത്ത് നടത്തിയ തെരച്ചിലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പല്ലും വാരിയലിന്റെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. ബിനോയ് വിശ്വം ഭാരത് മാതാ കി ജയ് വിളിച്ചത് ഗുരുതരമായ തെറ്റെന്ന് ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടറി ഒരേ വിഷയത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വ്യത്യസ്ത അഭിപ്രായം പറയുന്നതായും വിമർശനം ഉയർന്നു. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ നാളെ തിരിച്ചെത്തും. കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ 40 പേരാണ് നാളെ തിരിച്ചെത്തുക. കാഠ്മണ്ഡുവിൽ നിന്ന് ബംഗളൂരിലാണ് വിമാന മാർഗം എത്തുക. ട്രെയിനുകളിലേക്ക് ഇനി കല്ലെറിഞ്ഞ് നാശനഷ്ടം വരുത്തുകയോ യാത്രക്കാർക്ക് പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ പ്രതികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കും. റെയിൽവേ നിയമപ്രകാരമുള്ള ജാമ്യമില്ലാ കുറ്റം മാത്രമല്ല, നാശനഷ്ടവും പ്രതികളിൽ നിന്നും ഈടാക്കും. ബീഹാറിന് പിന്നാലെ കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു. ഇത് സംബന്ധിച്ച ഒരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി വന്നാൽ ഉടൻ അന്തിമ പ്രഖ്യാപനമുണ്ടാകും. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ ദില്ലിയിൽ തുടങ്ങും. 3 ദിവസമായി ചേരുന്ന CC യോഗത്തിൽ പങ്കെടുക്കുവാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ദില്ലിയിലെത്തും. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാനാണ് CC യോഗം. പോലീസ് മർദ്ദനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. DYFI നേതാവിനെ സ്റ്റേഷനിൽ തല്ലിച്ചതയ്ക്കുന്ന പോലീസാണ് കേരളത്തിലുള്ളതെന്നും ഇത്രയധികം പരാതികൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണെന്നും VD സതീശൻ പറഞ്ഞു. CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. CPM നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുന്നുവെന്നാണ് ശരത് പ്രസാദ് പറയുന്നത്. അതേസമയം 5 വർഷം മുൻപുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നതെന്ന് ശരത് പ്രസാദ് വ്യക്തമാക്കി. കൊല്ലത്ത് ദളിത് യുവാവിനെ പോലീസ് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ 1 വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. SI മനോജ് ചട്ടലംഘനം നടത്തിയെന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ചടയമംഗലം സ്വദേശി സുരേഷിനെയാണ് കാട്ടാക്കട SI മനോജ് വീട് കയറി മർദ്ദിച്ചത്. ഡൽഹിയിൽ പുതിയ മദ്യനയത്തിന് ആലോചന. ബിയർ കുടിക്കാനുള്ള പ്രായം 25-ൽ നിന്ന് 21-ലേക്ക് കുറയ്ക്കണമെന്നാണ് ശുപാർശ. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഒരു യോഗത്തിൽ ഈ നിർദ്ദേശം അടുത്തിടെ ചർച്ച ചെയ്തതായി വൃത്തങ്ങൾ അറിയിച്ചു. നേപ്പാളിൽ പ്രക്ഷോഭത്തിനിടെ ഇന്ത്യക്കാരിക്ക് ദാരുണാന്ത്യം. ഉത്തർപ്രദേശ് ഗാന്ധിയാബാദ് സ്വദേശിയായ രാജേഷ് ദേവി സിംഗ് ഗോലയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു പ്രായം. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്ന റിപ്പോർട്ട്. ഇസ്രയേൽ ലക്ഷ്യം വെച്ചവരിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ഇന്ത്യൻ വംശജനെ തലയറുത്തു കൊന്നു. കർണാടക സ്വദേശിയായ ചന്ദ്രമൗലി നാഗമല്ലയെയാണ് സഹപ്രവർത്തകർ തലയറുത്തു കൊന്നത്. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുക എന്നതിനാണ് ട്രംപ് ഭരണകൂടം മുൻഗണന നൽകുന്നതെന്ന് വൈറ്റ് ഹൗസ് പേഴ്സണൽ ഡയറക്ടർ സെർജിയോ ഗോർ. യുഎസും ഇന്ത്യയും തമ്മിലുള്ള തിരുവ സംബന്ധിച്ച വിഷയങ്ങളിൽ ഇനിയും മാറി ചിന്തിക്കണമെന്നും പരിഹരിക്കപ്പെടുമെന്നും ഇന്ത്യയിലെ നിയുക്ത അമേരിക്കൻ അംബാസഡറായ സെർജിയോ പറഞ്ഞു. മലയാള സിനിമയിലെ സംഘടനകൾക്കിടയിൽ വീണ്ടും തർക്കം ഉടലെടുക്കുന്നു. കാന്താര 2 എന്ന ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഫിയോക്കിന് കത്തയച്ചു. ഇനിയും സഹകരിക്കില്ലെന്ന കടുത്ത മുന്നറിയിപ്പാണ് കത്തിലുള്ളത്. നിവിൻ പോളിയെ നായകനാക്കി B ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് ആരംഭിച്ചു.
ശ്രീഗോകുലം മൂവീസും RD ഇലുമിനേഷൻസ് ALPയുമാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കുന്നത്. ഇതോടെ ന്യൂസ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.